നമസ്കാരം. 24 വാർത്താ പ്രഭാതത്തിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. ഇന്ന് ജൂലൈ 17 ബുധൻ, കർക്കിടകം 2. 100 ന്യൂസിൽ ആദ്യം പ്രധാന വാർത്തകൾ. ദുരിതപ്പെയ്ത്തിൽ വിറങ്ങലിച്ച് കേരളം. മഴക്കെടുതിയിൽ ഇന്നലെ 9 മരണം. തിരുവനന്തപുരം വഴയിലയിൽ കാറിന് മുകളിൽ ആൽമരം കടപുഴകി വീണ് യാത്രക്കാരിയായ സ്ത്രീ മരിച്ചു. അടുത്ത 4 ദിവസം കനത്ത മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, പാലക്കാട്, ഇടുക്കി, ആലപ്പുഴ, തൃശൂർ, കോട്ടയം ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി. കണ്ണൂരിൽ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി. സംസ്ഥാനത്ത് മഴയ്ക്കൊപ്പം നാശം വിതച്ച് പകർച്ചപ്പനിയും. ഇന്നലെ പനി ബാധിച്ച് 2 മരണം. എലിപ്പനി ബാധിച്ച് മരിച്ചത് തൃശൂർ മമ്മിയൂർ സ്വദേശി സുരേഷ് ജോർജ്. കണ്ണൂരിൽ പനി ബാധിച്ച് യുവാവ് മരിച്ചു. പനിക്ക് ചികിത്സ തേടി ആശുപത്രികളിൽ പ്രതിദിനം എത്തുന്നവരുടെ എണ്ണം 10,000-ന് മുകളിൽ. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ ശുചീകരണ തൊഴിലാളി മുങ്ങി മരിച്ചതിൽ പഴിചാരലും രാഷ്ട്രീയ വാക്പോരും തുടരുന്നു. റെയിൽവേക്കെതിരെ സർക്കാരിനെതിരെ പ്രതിപക്ഷവും ആരോപണങ്ങൾ ഉയർത്തുകയാണ്. മാലിന്യ നീക്കത്തിന് മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടായേക്കും. ആമയിഴഞ്ചാൻ തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ച എൻ ജോയിയുടെ കുടുംബത്തിനുള്ള സംസ്ഥാന സർക്കാരിന്റെ ധനസഹായം ഇന്ന് പ്രഖ്യാപിക്കും. 10 ലക്ഷം രൂപ സഹായം നൽകുമെന്നാണ് ജനപ്രതിനിധികൾ ബന്ധുക്കളെ അറിയിച്ചത്. ജോയിയുടെ കുടുംബത്തിന് റെയിൽവേയിൽ നിന്ന് ധനസഹായം ലഭ്യമാക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകളും സർക്കാർ തീരുമാനിക്കും. നീറ്റ് UG പ്രവേശനം ഉടൻ ആരംഭിച്ചേക്കും. ഒഴിവുള്ള സീറ്റുകൾ അറിയിക്കാൻ മെഡിക്കൽ കോളേജുകൾക്ക് മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി നിർദ്ദേശം നൽകി. ഈ മാസം 20 വരെ പോർട്ടലിൽ സീറ്റ് ഒഴിവ് അപ്ലോഡ് ചെയ്യാം. പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതി നാളെ പരിഗണിക്കും. വിഴിഞ്ഞം തുറമുഖത്ത് ചരക്ക് കയറ്റാനെത്തിയ ഫീഡർഷിപ്പ് മാരിൻ അസൂർ ഇന്ന് മടങ്ങും. രണ്ടാമത്തെ ഫീഡർഷിപ്പായ സീസ്പാൻ സാന്റോസ് 21-ന് തുറമുഖത്തെത്തിച്ചേരും. മുംബൈ, ഗുജറാത്ത്, കൊൽക്കത്ത, മംഗളൂരു തുറമുഖങ്ങളിലേക്കാണ് ചരക്ക് എത്തിക്കുക. ഉത്തരേന്ത്യയിൽ മുസ്ലിം സമൂഹം ഇന്ന് മുഹറം ആഘോഷിക്കും. ഡൽഹി, ഉത്തർപ്രദേശ്, ബീഹാർ, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വിപുലമായ ആഘോഷങ്ങൾ നടക്കും. ഘോഷയാത്രകൾക്ക് മുന്നോടിയായി ഡൽഹി ട്രാഫിക് പോലീസ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. ജമ്മുകശ്മീരിലെ ഡോഡ ജില്ലയിൽ ഭീകരർക്കായുള്ള തെരച്ചിൽ തുടരുന്നു. ദേശീയ വനമേഖലയിൽ അടക്കം തെരച്ചിൽ. പാക് സൈന്യത്തിന് സഹായമുള്ള സംഘത്തിന്റെ പക്കൽ കൂടുതൽ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും ഉണ്ടെന്ന് നിഗമനം. നോക്കാം കേരളത്തിലെ പ്രധാന വാർത്തകൾ. ഏറ്റവും കൂടുതൽ പഠിതാക്കളെ പരീക്ഷ എഴുതിച്ച പ്രേരകനുള്ള അവാർഡ് വിതരണം ചെയ്തു. തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടന്ന ഉല്ലാസ് മേളയിൽ സാക്ഷരതാ മിഷൻ ഡയറക്ടർ AG ഒലീനയിൽ നിന്ന് എറണാകുളം ജില്ലാ സാക്ഷരതാ മിഷൻ കോർഡിനേറ്റർ VV ശ്യാംലാൽ, അസിസ്റ്റന്റ് കോർഡിനേറ്റർ KM സുബൈദ, ഏറ്റവും കൂടുതൽ പേരെ പരീക്ഷ പങ്കെടുപ്പിച്ച ഒക്കൽ പഞ്ചായത്ത് പ്രേരക് മഞ്ജു ജോമി, കുവപ്പടി ബ്ലോക്ക് പ്രേരക്മാരായ പ്രിയ ശശിധരൻ, രജനി KP എന്നിവർ ചേർന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. ഓണത്തിനൊരു മുറം പച്ചക്കറി പദ്ധതി ഉദ്ഘാടനം ഇന്ന് രാവിലെ 11 മണിക്ക് സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മെഴുകു പ്രതിമ ഇന്ന് അനാച്ഛാദനം ചെയ്യും. തിരുവനന്തപുരം വാക്സ് മ്യൂസിയത്തിൽ രാവിലെ 9:30-നാണ് അനാച്ഛാദന ചടങ്ങ്. ടി.എ. മജീദ് സ്മാരക പുരസ്കാരം മന്ത്രി K. രാജന് 10,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഈ മാസം 20-ന് വർക്കലയിൽ പുത്തൻചന്ത കിങ്സ് ഹാളിൽ നടക്കുന്ന യോഗത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പുരസ്കാരം സമർപ്പിക്കും. ട്രസ്റ്റ് ചെയർമാൻ മാങ്കോട് രാധാകൃഷ്ണൻ അധ്യക്ഷനാകും. വയനാട് ജില്ലയിൽ ശക്തമായ മഴയിലും കാറ്റിലും റോഡിലേക്കും വീട്ടിലേക്കും വീണ മരങ്ങൾ മുറിച്ചു മാറ്റി DYFI പ്രവർത്തകർ. DYFI യൂത്ത് ബ്രിഗേഡ് പേരിയ മേഖലാ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് മരങ്ങൾ മുറിച്ചു മാറ്റിയത്. 25 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച തൃശൂർ അന്തിക്കാട് തണൽ അങ്കണവാടി നാടിന് സമർപ്പിച്ചു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ അധ്യക്ഷനായി. കൊല്ലം ഐവർകാല ആലമൂട് തലയാറ്റ് കേന്ദ്രമായി ഐവർകാലക്കൂട്ടം പഠന കേന്ദ്രം തുടങ്ങി. കേരള ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗമായ
സി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കുന്നത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അധ്യക്ഷനായി. കൊല്ലം പുനലൂരിൽ തെരുവുനായ ശല്യം രൂക്ഷം. കഴിഞ്ഞ ദിവസം സ്കൂൾ കുട്ടികളെ ഉൾപ്പെടെ 6 പേരെ നായകൾ ആക്രമിച്ചിരുന്നു. തെരുവുനായ ശല്യത്തിന് ശാശ്വത പരിഹാരം വേണമെന്ന് നാട്ടുകാർ. കൊല്ലം ചാത്തിനാംകുളം പീപ്പിൾസ് ലൈബ്രറി വായനാ പക്ഷാചരണം സമാപനം ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു ഉദ്ഘാടനം ചെയ്തു. വൈക്കം മുഹമ്മദ് ബഷീർ, IV ദാസ്, തിരുനെല്ലൂർ, ഇടപ്പള്ളി അനുസ്മരണങ്ങളും ചടങ്ങുകളുടെ ഭാഗമായി നടന്നു. സ്വകാര്യ ടെലികോം കമ്പനികളുടെ നിരക്ക് വർധനയിൽ പ്രതിഷേധിച്ച് DYFI സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച യുവജന പ്രതിഷേധത്തിന്റെ ഭാഗമായി പാലക്കാട് കുഴൽമന്ദം ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധം ജില്ലാ ട്രഷറർ രൺദീഷ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് സനൂപ് അധ്യക്ഷനായി. ബ്ലോക്ക് സെക്രട്ടറി K ഷൈജു, ബ്ലോക്ക് കമ്മിറ്റി അംഗം അനീഷ് എന്നിവർ പങ്കെടുത്തു. വയനാട് പനമരത്ത് കാട്ടാന ശല്യം രൂക്ഷം. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം വേണമെന്ന ആവശ്യം. വാഹനമിടിച്ചു തകർന്ന കണ്ണൂർ ചെറുപുഴ പുതിയ പാലത്തിന് സമീപത്തെ സംരക്ഷണ വേലി പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിച്ച് തേജസ്വിനി പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച പാലത്തിന്റെ സംരക്ഷണ വേലി തകർന്നിട്ട് മാസങ്ങളേറെയായി. കാസർഗോഡ് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ റോഡിലെ വെള്ളക്കെട്ട് വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും ദുരിതമാകുന്നു. മീൻചന്തയിൽ നിന്നുള്ള മലിനജലം കൂടി ഒഴുകിയെത്തുന്നതോടെ മൂക്കുപൊത്തി നടക്കേണ്ട ഗതികേടിൽ യാത്രക്കാർ. പങ്കജകസ്തൂരി ഹെർബൽസ് ഇന്ത്യ ലിമിറ്റഡിന് അംഗീകാരം. ഇക്കണോമിക്സ് ടൈംസിന്റെ 2024 മികച്ച ഹെൽത്ത് കെയർ ബ്രാൻഡിനുള്ള പുരസ്കാരം പങ്കജകസ്തൂരിക്ക്. ആലപ്പുഴ മണ്ണഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച മെറിറ്റ് ഈവനിംഗ് PP ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. ഒരു വട്ടം കൂടി 95 കൂട്ടായ്മ ചെയർമാനായ TA അലിക്കുഞ്ഞ് അധ്യക്ഷനായി. കവി മധു കാവുങ്കൽ മുഖ്യപ്രഭാഷണം നടത്തി. 8 വർഷം സ്കൂൾ പ്രഥമാധ്യാപികയായി പ്രവർത്തിച്ച MK സുജാത കുമാരിയെ ആദരിച്ചു. കൊല്ലം തൊടിയൂരിൽ പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച അബ്ദുൾ സലാമിന്റെ കുടുംബത്തിന് ധനസഹായം നൽകണമെന്ന ആവശ്യം. തൊടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടിക്ക് നിവേദനം നൽകി. അബ്ദുൾ സലാമിന്റെ ഭാര്യയ്ക്ക് KSEBിയിൽ ജോലി നൽകണമെന്നും ആവശ്യം. KCYM സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ വാളയാർ ചന്ദ്രപുരം സെയിന്റ് സ്റ്റാനിസ്ലാസ് ദേവാലയത്തിൽ തോമസ് മൂർ അനുസ്മരണവും യുവജന ദിനാഘോഷവും സംഘടിപ്പിച്ചു. സുൽത്താൻപേട്ട രൂപത ഫെറോന വികാരി റവറന്റ് ഫാദർ ലൂയിസ് മരിയ പാപ്പു ഉദ്ഘാടനം ചെയ്തു. KCYM സംസ്ഥാന പ്രസിഡന്റ് MJ ഇമ്മാനുവൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഡയറക്ടർ ഫാദർ സ്റ്റീഫൻ തോമസ് ചാലക്കര ആമുഖ പ്രഭാഷണം നടത്തി. സുന്നി സ്റ്റുഡൻസ് മന്ദലാംകുന്ന് സെക്ടർ സാഹിത്യോത്സവത്തിന് തുടക്കമായി. തൃശൂർ അണ്ടത്തോട് തങ്ങൾപടിയിൽ നടക്കുന്ന പരിപാടി മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് അബു മണ്ണായിക്കൽ ഉദ്ഘാടനം ചെയ്തു. സാഹിത്യോത്സവം ഇന്ന് സമാപിക്കും. ലോക സർപ്പ ദിനാചരണത്തിന്റെ ഭാഗമായി വനംവകുപ്പ് സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലും ഗോകുലം മോളിലും ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. പാമ്പുകളെക്കുറിച്ച് ആളുകളെ ബോധവൽക്കരിക്കുകയായിരുന്നു ലക്ഷ്യം. സിൽവർ ഹിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ സഹകരണത്തോടെയായിരുന്നു പരിപാടി. കൊല്ലം ചടയമംഗലത്ത് 2 കിലോ കഞ്ചാവുമായി യുവാക്കൾ അറസ്റ്റിൽ. കല്ലറ, കുറുമ്പയം സ്വദേശികളായ രാഹുൽ, ബിജു എന്നിവരാണ് എക്സൈസിന്റെ പിടിയിലായത്. ഇരുവരും പിടിയിലായത് എക്സൈസിന്റെ വാഹന പരിശോധനയ്ക്കിടെ. തൃശൂർ കയ്പമംഗലത്ത് സ്വന്തമായി നോട്ട് അച്ചടിച്ച് വിതരണം ചെയ്ത ഗ്രാഫിക് ഡിസൈനർ പിടിയിൽ. പാവറട്ടി നവോദയ നഗർ കൊല്ലന്നൂർ വീട്ടിൽ ജസ്റ്റിനാണ് പിടിയിലായത്. കള്ളനോട്ടുണ്ടാക്കാൻ ഉപയോഗിച്ച സാമഗ്രികൾ പോലീസ് കണ്ടെടുത്തു. 29 വർഷങ്ങൾക്ക് ശേഷം വഞ്ചനാക്കുറ്റത്തിൽ പിടികിട്ടാപ്പുള്ളിയെ അറസ്റ്റ് ചെയ്ത് അഞ്ചൽ പോലീസ്. ഇടമൺ ചാലിയക്കര എസ്റ്റേറ്റിൽ അയ്യപ്പനാണ് അറസ്റ്റിലായത്. കോഴിക്കോട് തിരുവമ്പാടി എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് ഇയാൾ പിടിയിലായത്. മലപ്പുറം പെരിന്തൽമണ്ണയിൽ KSRTC ഡ്രൈവറെ കത്തികൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിക്കാൻ ശ്രമം. പെരിന്തൽമണ്ണ ഡിപ്പോയിലെ ഡ്രൈവർ സുനിലിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ഡിപ്പോയ്ക്കകത്ത് ഓട്ടോറിക്ഷ പാർക്ക് ചെയ്തത് ചോദ്യം ചെയ്തതാണ് പ്രകോപനത്തിന് കാരണം. പ്രതിയായ ഓട്ടോ ഡ്രൈവർ അബ്ദുൾ റഷീദിനെതിരെ വധശ്രമത്തിന് കേസെടുത്തു. നോക്കാം പ്രധാന അറിയിപ്പുകൾ. കനത്ത മഴയെ തുടർന്ന് കോഴിക്കോട് ജില്ലയിൽ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കമ്മിറ്റിയുടെ കീഴിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഇന്ന് പ്രവർത്തിക്കില്ല. കോഴിക്കോട് സരോവരം, ഭട്ട് റോഡ് ബീച്ച്,
കാപ്പാട്, വടകര സാൻഡ് ബാങ്ക്സ്, അരീപ്പാറ ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങൾക്ക് അവധിയായിരിക്കും. കോഴിക്കോട് ജില്ലയുടെ വിവിധയിടങ്ങളിൽ ഇന്ന് വൈദ്യുതി മുടങ്ങും. താമരശ്ശേരി, പുതുപ്പാടി സെക്ഷൻ പരിധികളിലാണ് വൈദ്യുതി തടസ്സപ്പെടുക. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്റർ 1 വർഷത്തെ പോസ്റ്റ് ബേസിക് ഡിപ്ലോമ ഇൻ ഓങ്കോളജി നഴ്സിംഗ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി ഓഗസ്റ്റ് 3. വിശദവിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക. തിരുവനന്തപുരം പാറശാലയിൽ വിവിധയിടങ്ങളിൽ ജലവിതരണം മുടങ്ങും. ഈ മാസം 18 വരെയാണ് ജലവിതരണം തടസ്സപ്പെടുക. കേരള സർവകലാശാല MBA കോഴ്സിലേക്ക് 2ാം ഘട്ട പ്രവേശനത്തിനുള്ള ഓൺലൈൻ അപേക്ഷകൾ ക്ഷണിച്ചു. അവസാന തീയതി ഈ മാസം 19. വിശദവിവരങ്ങൾക്കായി വെബ്സൈറ്റ് സന്ദർശിക്കുക. താൽക്കാലികമായി നിർത്തിവച്ചിരുന്ന സ്കോൾ കേരള മുഖേനയുള്ള ഹയർ സെക്കൻഡറി ബാച്ചിലേക്ക് 1ാം വർഷ പ്രവേശനം പുനരാരംഭിച്ചു. ഓപ്പൺ, റെഗുലർ, പ്രൈവറ്റ് രജിസ്ട്രേഷൻ, സ്പെഷ്യൽ കാറ്റഗറി വിഭാഗങ്ങളിലായാണ് പ്രവേശനം. സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ A ഹക്കീം ഈ മാസം 17 കമ്മീഷൻ ആസ്ഥാനത്ത് നടത്താനിരുന്ന ഹിയറിംഗ് മാറ്റിവെച്ചു. ഈ മാസം 24 ഹിയറിംഗ് മാറ്റിയത്. നോക്കാം ദേശീയ വാർത്തകൾ. 3ാം നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ നീതി ആയോഗ് പുനഃസംഘടിപ്പിച്ചു. കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനെ എക്സ് ഒഫീഷ്യോ അംഗമായും മന്ത്രിമാരായ JP നദ്ദയെയും HD കുമാരസ്വാമിയെയും അംഗങ്ങളായി നിയമിച്ചു. പ്രധാനമന്ത്രി ചെയർമാൻ സ്ഥാനത്ത് തുടരും. ഛത്തീസ്ഗഡിലെ സുക്മ ജില്ലയിൽ 4 മാവോയിസ്റ്റുകൾ പോലീസിൽ കീഴടങ്ങി. സർക്കാർ 20 ലക്ഷം രൂപ തലയ്ക്ക് വിലയിട്ട മാവോയിസ്റ്റുകളാണ് കീഴടങ്ങിയത്. മാവോയിസ്റ്റ് സംഘത്തിൽ 2 സ്ത്രീകളും ഉൾപ്പെടുന്നു. ആന്ധ്രാപ്രദേശിൽ 9 വയസ്സുകാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊന്ന പ്രായപൂർത്തിയാകാത്ത 3 ആൺകുട്ടികളുടെ ബന്ധുക്കൾ അറസ്റ്റിൽ. പിതാവിനെയും അമ്മാവനെയും അറസ്റ്റ് ചെയ്തത് തെളിവുകൾ മറച്ചുവെച്ചതിന്. കസ്റ്റഡിയിലുള്ള കുട്ടികളെ ജുവനൈൽ കോടതിയിൽ ഹാജരാക്കും. ഇന്ത്യ സഖ്യത്തിൽ വീണ്ടും ഭിന്നത. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് PCC അധ്യക്ഷൻ ദേവേന്ദർ യാദവ്. ജലക്ഷാമം, വൈദ്യുതി നിരക്ക് വർധന, വെള്ളക്കെട്ട് എന്നിവ മൂലം ജനം ദുരിതം അനുഭവിക്കുകയാണെന്നും ദേവേന്ദർ യാദവ് ആരോപിച്ചു. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഭാര്യയെ നിർബന്ധിക്കുന്നത് ബലാത്സംഗ കുറ്റമാണെന്ന ഹർജി സുപ്രീംകോടതി ഫയലിൽ സ്വീകരിച്ചു. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വാദം കേൾക്കും. കേസ് വ്യാഴാഴ്ച പരിഗണിക്കും. കർണാടകയിൽ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ഗ്രൂപ്പ് C, ഗ്രൂപ്പ് D തസ്തികകളിൽ സ്വദേശികൾക്ക് 100% സംവരണം നൽകും. ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗം ബില്ല് പാസാക്കി. ബിൽ വ്യാഴാഴ്ച നിയമസഭയിൽ അവതരിപ്പിക്കും. ഉത്തർപ്രദേശിലെ നോയിഡയിൽ സോഷ്യൽ മീഡിയയിലൂടെ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തുന്ന സംഘം പിടിയിൽ. അറസ്റ്റിലായത് 4 സ്ത്രീകൾ ഉൾപ്പെടെ 7 പേർ. പ്രതികളിൽ നിന്ന് മൊബൈൽ ഫോണുകൾ, വ്യാജ സ്റ്റാമ്പുകൾ, വ്യാജ അപ്പോയിന്റ്മെന്റ് ഓർഡർ എന്നിവ കണ്ടെടുത്തു. കോൺഗ്രസിൽ ചേർന്ന MLA-മാരെ അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് നിയമസഭാ സ്പീക്കർക്ക് BRS കത്തു നൽകി. കൂറുമാറ്റ നിയമപ്രകാരം നടപടിയെടുക്കണമെന്ന ആവശ്യം. BRSന്റെ 10 MLA-മാരാണ് പാർട്ടി വിട്ട് കോൺഗ്രസിലെത്തിയത്. ഡൽഹിയിലെ രോഹിണിയിൽ യുവാവ് കുത്തേറ്റ് മരിച്ചു. വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ഗവർണർ CV ആനന്ദബോസിനെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് കൽക്കട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശം. രാജ്ഭവനിൽ സ്ത്രീകൾ പ്രവേശിക്കുന്നത് സുരക്ഷിതമല്ലെന്ന മമതയുടെ പരാമർശത്തിനെതിരെ ഗവർണർ കോടതിയെ സമീപിച്ചിരുന്നു. ഈ ഹർജിയിലാണ് കോടതിയുടെ ഇടപെടൽ. പട്ടികജാതി പട്ടികയിൽ ബീഹാർ സർക്കാരിന് മാറ്റം വരുത്താൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി. 2015 വിജ്ഞാപനം കോടതി റദ്ദാക്കി. ജസ്റ്റിസുമാരായ വിക്രംനാഥ്, പ്രശാന്ത് കുമാർ മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് വിധി. ഉത്തർപ്രദേശിലെ അലിഗഡിൽ പോലീസ് സ്റ്റേഷൻ വളപ്പിൽ മകൻ അമ്മയെ തീ കൊളുത്തി. 40% പൊള്ളലേറ്റ ഹേമലത ചികിത്സയിലിരിക്കെ മരിച്ചു. 22 വയസ്സുള്ള മകൻ ഗൗരവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുടുംബതർക്കമാണ് കൊലപാതകത്തിന് കാരണം. ബീഹാറിലെ ബെഗുസരായിൽ ഭർത്തൃവീട്ടുകാർ യുവതിയെ മർദ്ദിച്ചു കൊലപ്പെടുത്തി. കൊലപാതകം സ്ത്രീധനത്തിന്റെ പേരിൽ. പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ഭൂമി തട്ടിപ്പ് കേസിൽ ഒളിവിലായിരുന്ന അണ്ണാ DMK മുൻമന്ത്രി MR വിജയഭാസ്കർ അറസ്റ്റിൽ. 22 ഏക്കർ ഭൂമി വ്യാജരേഖയുണ്ടാക്കി രജിസ്റ്റർ ചെയ്തെന്നാണ് കേസ്. അണ്ണാ DMK സർക്കാരിൽ ഗതാഗത മന്ത്രിയായിരുന്നു. മധ്യപ്രദേശിലെ ഇൻഡോറിൽ ബാങ്കിൽ വൻ കവർച്ച. മുഖം മൂടി ധരിച്ചയാൾ ജീവനക്കാരെ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തി 6.5 ലക്ഷം രൂപ കവർന്നു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി N ചന്ദ്രബാബു നായിഡു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി. കേന്ദ്ര ബജറ്റിൽ സംസ്ഥാനത്തിന് കൂടുതൽ ഫണ്ട് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു
കൂടിക്കാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും നായിഡു കൂടിക്കാഴ്ച നടത്തിയേക്കും. ജസ്റ്റിസുമാരായ എൻ കോടീശ്വർ സിംഗ്, ആർ മഹാദേവൻ എന്നിവരെ സുപ്രീം കോടതി ജഡ്ജിമാരായി രാഷ്ട്രപതി ദ്രൗപദി മുർമു നിയമിച്ചു. മണിപ്പൂരിൽ നിന്നുള്ള ആദ്യ സുപ്രീം കോടതി ജഡ്ജിയാണ് ജമ്മു കശ്മീർ ലഡാക്ക് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ കോടീശ്വർ സിംഗ്. ആർ മഹാദേവൻ മദ്രാസ് ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായിരുന്നു. മനുഷ്യക്കടത്ത് കേസിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 4 പേരെ NIA അറസ്റ്റ് ചെയ്തു. ഡൽഹി, ഹരിയാന, ബീഹാർ സ്വദേശികളാണ് പിടിയിലായത്. ജോലി വാഗ്ദാനം ചെയ്താണ് യുവാക്കളെ വിദേശത്തേക്ക് കടത്തുന്നത്. ഡൽഹിയിൽ അനധികൃത തോക്കുകളുമായി ജിം പരിശീലകൻ പിടിയിൽ. അറസ്റ്റിലായത് വിശാൽ കുമാർ. ഇനി രാജ്യാന്തര വാർത്തകൾ. ഒമാൻ തീരത്ത് ഓയിൽ ടാങ്കർ മറിഞ്ഞ് 16 ജീവനക്കാരെ കാണാതായി. ജീവനക്കാരിൽ 13 പേർ ഇന്ത്യക്കാർ. പ്രസ്റ്റീജ് ഫാൽക്കൺ എന്ന കപ്പലാണ് ദുഗ്മി തുറമുഖത്തിന് സമീപം അപകടത്തിൽപ്പെട്ടത്. വെടിയേറ്റ് നിൽക്കുന്ന മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചിത്രമുള്ള ടീഷർട്ടുകൾ വിൽപ്പന തടഞ്ഞ് ചൈന. രാജ്യത്തെ ഇ-കൊമേഴ്സ് സൈറ്റുകളിൽ ആരംഭിച്ച വിൽപ്പനയാണ് തടഞ്ഞത്. നിരോധനത്തിന്റെ കാരണം വ്യക്തമാക്കിയിട്ടില്ല. വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്ന് രാജ്യവ്യാപകമായി സ്കൂൾ അടച്ചുപൂട്ടാൻ ബംഗ്ലാദേശ് സർക്കാർ. പ്രതിഷേധത്തിൽ ഇതുവരെ മരിച്ചത് 6 പേർ. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരുടെ പിൻഗാമികൾക്ക് തൊഴിൽ സംവരണം പുനഃസ്ഥാപിക്കാനുള്ള തീരുമാനമാണ് പ്രതിഷേധത്തിന് കാരണം. കെനിയയിൽ നെയ്റോബിയിൽ 42 സ്ത്രീകളെ കൊലപ്പെടുത്തിയ ആൾ അറസ്റ്റിൽ. കോളിൻസ് ജുമൈസിയാണ് പിടിയിലായത്. കൈക്കൂലി കേസിൽ US സെനറ്റർ അറസ്റ്റിൽ. ന്യൂജേഴ്സിയിൽ നിന്നുള്ള ഡെമോക്രാറ്റ് റോബർട്ട് മെനൻഡസനാണ് പിടിയിലായത്. ഒക്ടോബർ 29-ന് ശിക്ഷ വിധിക്കും. തുർക്കിയിൽ ജൂൺ മാസം അനുഭവപ്പെട്ടത് 53 വർഷത്തിനിടയിലെ ഏറ്റവും ചൂടേറിയ മാസമെന്ന റിപ്പോർട്ട്. തെക്ക് കിഴക്കൻ പ്രവിശ്യയായ സാൻലി യൂർഫയിലാണ് ഏറ്റവും ഉയർന്ന താപനിലയായ 47.8 ഡിഗ്രി സെൽഷ്യസിലെത്തിയത്. തായ്വാൻ മേഖലയിൽ വീണ്ടും പ്രകോപനവുമായി ചൈന. 18 ചൈനീസ് വിമാനങ്ങളും 6 നാവിക കപ്പലുകളും രാജ്യാതിർത്തിയിലെത്തിയതായി തായ്വാൻ പ്രതിരോധ മന്ത്രാലയം. ജപ്പാൻ ടോക്കിയോയിൽ ഭൂചലനം 4.2 തീവ്രത രേഖപ്പെടുത്തി. സുനാമി മുന്നറിയിപ്പില്ല. ബാങ്കോക്കിലെ ഹോട്ടലിൽ 6 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. വെടിവെപ്പിനെ തുടർന്നാണ് മരണമെന്ന് പോലീസ്. അന്വേഷണത്തിന് ഉത്തരവിട്ട് സർക്കാർ. കിഴക്കൻ അഫ്ഗാനിസ്ഥാനിൽ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും മരിച്ചവരുടെ എണ്ണം 40ആയി. പരിക്കേറ്റവരുടെ എണ്ണം 347ആയി ഉയർന്നു. ചൈനയിൽ കനത്ത മഴ. ഷാങ്സിയുടെ തെക്കൻ ഭാഗങ്ങളിൽ വെള്ളപ്പൊക്ക മുന്നറിയിപ്പ്. മേഖലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഗസയിൽ ആക്രമണം ശക്തമാക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ബന്ദി മോചനത്തിനായി ഹമാസിന് മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് നെതന്യാഹു. പൊതുപരിപാടിക്കിടെയായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസ്താവന. സർവകലാശാല ബിരുദമില്ലാത്തവർക്കും കുവൈറ്റിൽ കുടുംബ വീസ നൽകി തുടങ്ങി. രാജ്യത്തെ 6 ഗവർണറേറ്റുകളുമായി ബിരുദധാരികളും അല്ലാത്തവരുമായ 487 അപേക്ഷകൾ ലഭിച്ചു. നിബന്ധനകൾ പാലിക്കാത്ത ചില അപേക്ഷകൾ ഒഴികെ ബാക്കിയുള്ളവർക്കെല്ലാം വിസ അനുവദിച്ചു. ഫ്രഞ്ച് പ്രധാനമന്ത്രി ഗബ്രിയേൽ അത്തൽ സർക്കാരിന്റെ രാജി പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ അംഗീകരിച്ചു. കാവൽ സർക്കാരായി തുടരാൻ ഗബ്രിയേൽ അത്തലിന് മാക്രോൺ നിർദ്ദേശം നൽകി. 2025 സാമ്പത്തിക വർഷത്തോടെ ഇന്ത്യയുടെ ഇരുചക്ര വാഹന വിപണി കുതിച്ചുയരുമെന്ന് ബജാജ് ഓട്ടോ എക്സിക്യൂട്ടീവ് ഡയറക്ടർ രാകേഷ് ശർമ്മ. ബജാജ് ഓട്ടോ ഈ സാമ്പത്തിക വർഷത്തിൽ 8% വരെ വളർച്ച കൈവരിക്കുമെന്നും ശർമ്മ മാധ്യമങ്ങളോട് പറഞ്ഞു. OnePlus Pad 2 ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ചു. 9510 mAh ബാറ്ററി, 67 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ്, 3K റെസൊല്യൂഷനോട് കൂടിയ 12.1 ഇഞ്ച് ഡിസ്പ്ലേ എന്നിവയാണ് പ്രത്യേകത. കായിക വാർത്തകൾ. യൂറോ കപ്പിലെ ടീം ഓഫ് ദ ടൂർണമെന്റ് പ്രഖ്യാപിച്ച് യുവേഫ. ചാമ്പ്യന്മാരായ സ്പെയിനിൽ നിന്ന് 6 താരങ്ങൾ ടീമിൽ ഇടം പിടിച്ചു. യൂറോ കപ്പിലെ മികച്ച ഗോളിനുള്ള പുരസ്കാരം സ്പാനിഷ് താരം ലമീൻ യമാലിന്. സെമിയിൽ ഫ്രാൻസിനെതിരെ നേടിയ ഗോളിനാണ് പുരസ്കാരം. അമേരിക്കൻ ക്ലബ് ഇന്റർ മയാമിയുടെ 3rd കിറ്റ് പുറത്തിറക്കി. പച്ചനിറത്തിലുള്ള ജേഴ്സി നായകൻ ലയണൽ മെസ്സിയാണ് അവതരിപ്പിച്ചത്. ശ്രീലങ്കയ്ക്കെതിരായ 2020 പരമ്പരയിൽ ഇന്ത്യയെ സൂര്യകുമാർ യാദവ് നയിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ. സൂര്യയെ നായകനാക്കണമെന്ന് ഗൗതം ഗംഭീർ ആവശ്യപ്പെട്ടതായി വിവരം. ശ്രീലങ്കൻ പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ ഇന്ന് പ്രഖ്യാപിക്കും. വൈകുന്നേരം ചേരുന്ന സെലക്ഷൻ കമ്മിറ്റി യോഗത്തിന് ശേഷമായിരിക്കും പ്രഖ്യാപനം. 2020 ടീമിന്റെ നായകനായി സൂര്യകുമാർ യാദവ് വരുമെന്നും റിപ്പോർട്ടുകൾ. ലിവർപൂൾ താരം ട്രെന്റ് അലക്സാണ്ടർ അർണോൾഡിനെ റാഞ്ചാനായി റയൽ മാഡ്രിഡ്. സ്പാനിഷ് ക്ലബിൽ ചേരാൻ അർണോൾഡിനും താൽപ്പര്യമെന്ന് റിപ്പോർട്ടുകൾ.
കലാസാംസ്കാരിക സിനിമാ വാർത്തകൾ. ഷാരൂഖ് ഖാനും മകൾ സുഹാന ഖാനും പ്രധാന വേഷത്തിലെത്തുന്ന കിങ്ങിൽ വില്ലനായ അഭിഷേക് ബച്ചൻ എത്തുമെന്ന റിപ്പോർട്ടുകൾ. സുഹാന ഖാൻ അഭിനയിക്കുന്ന ആദ്യ ഫീച്ചർ ഫിലിമായിരിക്കും കിങ്. ഗ്രാമീണ കഥാപാത്രങ്ങളിലൂടെയും സ്വഭാവ നടനിലൂടെയും പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇടം നേടിയ ജയശങ്കർ കാര്യമുട്ടം നായകനാകുന്നു. ജയശങ്കറിന്റെ പുതിയ ചിത്രമായ മറുവശത്തിന്റെ ക്യാരക്ടർ പോസ്റ്റർ അണിയർ പ്രവർത്തകർ പുറത്തുവിട്ടു. ഉത്തർപ്രദേശിലെ അയോധ്യയിൽ റോഡ് തകർന്ന യുവതി കുഴിയിൽ വീണതായി പ്രചരിക്കുന്ന വീഡിയോ വ്യാജം. 2022 ജൂണിൽ ബ്രസീലിലെ കാസ്കാവലിൽ നടപ്പാത തകർന്ന സിവിൽ ഉദ്യോഗസ്ഥ കുഴിയിൽ വീണതിന്റെ ദൃശ്യങ്ങളാണിത്. ഇനി ലേറ്റസ്റ്റ് ന്യൂസ്. കെനിയയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ആൾക്കൂട്ട ആക്രമണം തടയാനുള്ള നടപടിയുമായി ഭരണകൂടം. ക്രമസമാധാനം നിലനിർത്തുന്നതിനായി 200 പോലീസ് ഉദ്യോഗസ്ഥരെ പ്രദേശത്ത് വിന്യസിച്ചു. കാനഡയിലെ ടൊറന്റോയിൽ കനത്ത മഴയെ തുടർന്ന് വെള്ളപ്പൊക്കം. വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. വിമാന സർവീസുകൾ വെട്ടിക്കുറച്ചു. ഡൊണാൾഡ് ട്രംപിനെ ആക്രമിക്കാൻ ഉപയോഗിച്ച സെമി ഓട്ടോമാറ്റിക് റൈഫിൾ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് ജോ ബൈഡൻ. ഇത്തരം ആക്രമണങ്ങൾ തടയാൻ കർശന നടപടി സ്വീകരിക്കുമെന്നും ജോ ബൈഡൻ. മുംബൈ പൂനെ. ഇതോടെ 100 ന്യൂസ് പൂർണ്ണമാകുന്നു.